ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. IPL പോസ്റ്റ് സീസൺ ടീം റിവ്യൂ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് അവസാന സ്ഥാനക്കാരെ ഫിനിഷ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നാണ്. IPL തന്നെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ ഫ്രാഞ്ചൈസികളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. 5 തവണയാണ് അവർ കിരീടം നേടിയിരിക്കുന്നത്. എന്നാൽ ഈ സീസണിൽ കളിച്ച 14 മത്സരങ്ങളിൽ 4 വിജയങ്ങൾ മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാനായത്. അവരുടെ ചരിത്രത്തിൽ ആദ്യമായി അവസാന സ്ഥാനത്ത് അവർ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. T20 ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ T20 ക്രിക്കറ്റിന്റെ തുടക്കത്തിലോ എന്തിനേറെ പറയുന്നു, ഇപ്പോൾ IPLന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുൻപ് നടന്ന രീതിയിലല്ല ഇപ്പോൾ മത്സരങ്ങൾ നടക്കുന്നത്. അതായത് T20 ക്രിക്കറ്റിൽ ഒരു കാലത്ത് 180, 190 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാച്ച് വിന്നിംഗ് സ്കോർ ആയിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. T20 ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ബാറ്റിങ്ങിന് ഫോക്കസ് കൊടുക്കുന്ന ക്രിക്കറ്റിന്റെ ഒരു വെർഷനാണ്. അങ്ങനെ മാറിയ കൂടുതൽ അപ്ഡേറ്റഡ് ആയ ഒരു T20 വെർഷനുമായിട്ട് നമ്മൾ CSK കമ്പയർ ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ ആ ഒരു ഫോർമുല അഡാപ്റ്റ് ചെയ്യാനായിട്ട് വൈകിയതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സീസണിൽ CSK നേരിട്ട് ഏറ്റവും വലിയ തിരിച്ചടിക്ക് കാരണം അവരുടെ ഒരു ഓപ്ഷൻ ടേബിളിൽ സംഭവിച്ച പിഴവുകളാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, T20 ക്രിക്കറ്റിന്റെ ആ ഒരു മാറിയ വെർഷനുമായിട്ടൊരു അപ്ഡേറ്റ് ചെയ്യാൻ, അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കഴിയാതെ പോയതാണ് അവർക്ക് ഏറ്റവും വലിയ തകർച്ച ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മളിപ്പോൾ അവർ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചെപ്പോക്കിലെ ഒരു സ്ലോ പിച്ചിന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് അവർ സ്ക്വാഡ് ബിൽഡ് ചെയ്തത്. അതായത് നല്ലൊരു സ്പിൻ സ്ട്രെങ്ത് കൊണ്ടുവരുന്നു. നൂർ അഹമ്മദ്, രവീന്ദ്ര ജഡേജ, അശ്വിൻ എന്ന് പറയുന്ന ഒരു സ്പിൻ സ്ട്രെങ്ത് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്പിന്നെതിരെ നന്നായിട്ട് കളിക്കുമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു സോ കോൾഡ് ടീമുണ്ടല്ലോ, അതായത് രാഹുൽ ത്രിപതി, അതുപോലെ തന്നെ അങ്ങനെ വിജയ് ശങ്കർ, അങ്ങനെ ദീപക് ഹൂഡ, അങ്ങനെ കുറച്ച് ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് പിന്നെ അവരുടെ ഓൾഡ് വർക്ക് ഹോഴ്സസ്, അതായത് ഡെവൻ കോൺവേ, രച്ചിൻ രവീന്ദ്ര, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സുമായിട്ട് അവർ ഒരു ടീം ബിൽഡ് ചെയ്തു. ഇപ്പോൾ ചെപ്പോക്കിൽ തീർത്തും ഒരു 150, 160 സർഫസ് ആയിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചെപ്പോക്കിൽ അവർക്ക് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാമായിരുന്നു. എന്നാൽ ഒന്ന്, ചെപ്പോക്കിൽ അവർ വിചാരിച്ച പിച്ച് കിട്ടിയില്ല. 2, ഇപ്പോൾ ട്രാവലിങ്ങിലായാലും ആ ഒരു എന്താണ്, നമ്മളിപ്പോൾ മാറിയ ആ ഒരു T20 ക്രിക്കറ്റിനോട് കിടപിടിക്കാൻ തക്ക ഒരു ടീം ആയിരുന്നില്ല അവരുടേത്. അത് മാത്രമല്ല, ഇനി എടുത്തവരാണെങ്കിൽ അവർ ഭീകരമായിട്ട് ഫോം ഔട്ട് ആവുകയും ചെയ്തു. ഇപ്പോൾ നമ്മളിപ്പം CSKയുടെ പല വീഡിയോകളിൽ, പല പോസ്റ്റ് മാച്ച് റിവ്യൂകളിലും നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പവർ പ്ലേയിൽ അവർക്ക് ഇൻറ്റന്റ് ഇല്ല. അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സ് ഇൻറ്റന്റ് ഇല്ല. ഇപ്പോൾ നമ്മൾ പല ടീമുകൾ പറയാം, ഇപ്പം വിജയിച്ചിരിക്കുന്ന RCBയുടെ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ ഫിൽ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാഷറാണ്, പ്രോപ്പർ ഹൈ റിസ്ക് ഗെയിം കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. കൂടെ വിരാട് കോഹ്ലി ഇപ്പോൾ വേണമെങ്കിൽ നല്ല സ്ട്രൈക്കറിൽ കളിക്കാം, അല്ലെങ്കിൽ ആങ്കർ ചെയ്യാം. ബാക്കിയുള്ള സക്സസ്ഫുൾ ടീമുകളെ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് മാത്രമാണ് ആ ഒരു ടോപ്പ് 3 ഒരു കുറച്ചെങ്കിലും ഒരു ഓൾഡ് സ്കൂൾ ടെംപ്ലേറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ടെംപ്ലേറ്റിൽ കളിക്കുന്നത്. ബാക്കി എല്ലാ ടീമിനും ആ പവർ പ്ലേയിൽ തന്നെ മാക്സിമം ആ ഒരു പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ബാറ്റേഴ്സ് അവരുടെ ടോപ്പ് 3 ഉണ്ടാവും. എന്നാൽ CSKയുടെ കാര്യം വന്നപ്പോൾ അതില്ല. ഇനിയിപ്പോൾ പവർ പ്ലേയിൽ ഒരു 10 റൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മിഡിൽ ഓവേഴ്സിൽ അടിച്ചെടുക്കണം. അവർക്ക് അവിടെയും ആളില്ല. ഇപ്പോൾ നമ്മൾ കണക്കുകളൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് വരുന്നില്ല. കാരണം കണക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പവർ പ്ലേയിലുള്ള ഇൻറ്റന്റിലായാലും മിഡിൽ ഓവേഴ്സിലെ സ്കോറിംഗ് റേറ്റിലായാലും വളരെ മോശമായിട്ടാണ് നമ്മുടെ CSK കളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടിയത് അവരുടെ റീപ്ലേസ്മെന്റ് പ്ലേയേഴ്സ് വന്നപ്പോഴാണ്. ആയുഷ് മാത്രേ, ഡിവോൾഡ് ബ്രേവിസ്, പിന്നീട് ഉർവിൽ പട്ടേൽ. അപ്പോൾ അങ്ങനെ കുറച്ച് താരങ്ങൾ വന്നപ്പോഴാണ് അവർക്ക് ആ ഒരു ഇൻറ്റന്റ്, അതുവരെ അവരില്ലാതിരുന്ന ആ ഒരു അറ്റാക്കിംഗ് ക്രിക്കറ്റിലുള്ള ഒരു ഷിഫ്റ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ അവസാന മത്സരങ്ങളിൽ വന്നപ്പോൾ, ഇപ്പോൾ അവസാന മത്സരം അവർ ജയിച്ചു, നല്ല രീതിയിലാണ് GTയെ തോൽപ്പിച്ചത്. അതുപോലെ തന്നെ ഇവർ വന്നതിന് ശേഷമുള്ള മത്സരങ്ങളിലാണ് നമ്മൾ ആ ഒരു CSKയുടെ കളിക്ക് ജീവൻ വെച്ചത്. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ലൊരു ബാറ്റിംഗ് ഓർഡർ രൂപപ്പെട്ട് വരുന്നുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഈ സീസണിലെ ചില കണക്കുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് ബാറ്റർ എന്ന് പറയുന്നത് ശിവം ദുബെയാണ്. റൺസിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഈ സീസണിൽ 357 റൺസാണ് ശിവം ദുബെ സ്കോർ ചെയ്തത്. ആവറേജ് എന്ന് പറയുന്നത് 32.45 ആണ്. സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 132.22 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ടീമിൽ പവർ ഹിറ്റർ ഇല്ല നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആകെപ്പാടെ ഡെസിഗ്നേറ്റഡ് പവർ ഹിറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് ശിവം ദുബെ മാത്രമാണ്. എന്നാൽ ദുബെയ്ക്ക് ആ ഒരു കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട ആ ഒരു 6 ഹിറ്റർ എന്നുള്ള രീതിയിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇനി ഇവരുടെ റൺ ഗെറ്റേഴ്സ് ലിസ്റ്റിൽ 2ാമത് രവീന്ദ്ര ജഡേജയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ബാറ്റേഴ്സ് ഉള്ളൊരു ടീമിൽ ഒരു ഓൾറൗണ്ടറാണ് അവരുടെ റൺ ഗെറ്റേഴ്സിൽ 2ാമതായിട്ട് വന്നത്. നമ്മുടെ ജഡേജ 301 റൺസാണ് എടുത്തിട്ടുള്ളത്. ആവറേജും സ്ട്രൈക്ക് റേറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്, 33.44, 135.58. ഇനി 3ാമത് വന്ന പേരാണ് ശരിക്കും അവരുടെ ടീമിന്റെ പ്രശ്നം നമുക്ക് വെളിവാക്കാൻ പോകുന്നത്. അതായത് അവരുടെ ടീമിലെ 3rd ഹയസ്റ്റ് റൺ ഗെറ്റർ എന്ന് പറയുന്നത് ആയുഷ് മാത്രയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആയുഷ് മാത്രം ഈ സീസണിൽ വെറും 7 കളികൾ മാത്രമാണ് കളിച്ചത്. അപ്പോൾ 7 കളികൾ കളിച്ചൊരു പ്ലെയർ ആണ് അവരുടെ റൺ ഗെറ്റേഴ്സ് ലിസ്റ്റിൽ ടോപ്പ് 3 വരുന്നത്. അതായത് ആ ഒരു കാര്യം അറിയുമ്പോൾ തന്നെ അവരുടെ ടീമിൽ ഈ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ചോപ്പ് ആൻഡ് ചേഞ്ചസ്, അവരുടെ ഐഡിയൽ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ അവർ അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ നമുക്ക് വ്യക്തമാവും. ഇനിയിപ്പോൾ നമ്മൾ ആയുഷ് മാത്രയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 240 റൺസാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് ഓൾമോസ്റ്റ് ബാക്കി രണ്ടുപേരോട്ട് സെയിം ആണ്, 34.28.
എന്നാൽ സ്ട്രൈക്ക് റേറ്റ് 188.97 നമ്മൾ ടോപ്പ് 2 ബാറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ 132-ലും 135-ലും കിടന്ന സ്ട്രൈക്ക് റേറ്റ് 189-അടുത്തെത്തി ആയുഷ് മാത്രേ. അതായത് ഞാൻ പറഞ്ഞ ഒരു പവർ പ്ലേയിലെ ഇൻറ്റൻറ്റ് നമ്മൾ ആയുഷ് മാത്രയിൽ കണ്ടു. ഇനി നാലാമത്തെ പേരെന്ന് പറയുന്നത് ഡെവോൾഡ് ബ്രേവിസ് ആണ്. ബ്രേവിസ് 225 റൺസാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് എന്ന് പറയുന്നത് 37.5 സ്ട്രൈക്ക് റേറ്റ് 180. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ ഉണ്ടായിരുന്ന അവരുടെ ഇന്ത്യൻ്റെ ഒരു അറ്റാക്കിംഗ് മൈൻഡ്സിന്റെ പ്രശ്നവും ബ്രേവിസ് വന്നതോടുകൂടി സോൾവ് ആയി. ഇനി 5ാം നമ്പറിൽ വരുന്നത് ധോണിയാണ്, 196 റൺസ്. ധോണിയുടെ സ്ട്രൈക്ക് റേറ്റ് അത്ര ആശാവഹമല്ല, 135.17 മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ്. 196 റൺസാണ് എടുത്തത്. അതായത് തികച്ച 5 താരങ്ങൾ ഇവരുടെ ടീമിൽ നിന്ന് 200 കടന്നിട്ടില്ല സീസൺ ടോട്ടൽ ടാലിയിൽ. ഇനി കടന്നിട്ടുള്ളതിൽ 2 പേരാണെങ്കിൽ ഒരാൾ 7 മത്സരവും ഒരാൾ 6 മത്സരവും മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും പ്രശ്നം അവരുടെ ബാറ്റിംഗ് നിരയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കോൺവേ ആയാലും രജിൻ രവീന്ദ്ര ആയാലും ഹൂഡ, ത്രിപതി, വിജയ് ശങ്കർ, അപ്പോൾ ഇങ്ങനെയുള്ള ആർക്കും അവരുടെ ആ ഒരു നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് ബോളർ അൺഡൗട്ടഡ്ലി നൂർ അഹമ്മദ് ആണ്. പിന്നീട് ഖലീൽ അഹമ്മദ് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്തിരുന്നു. അപ്പോൾ അവസാന മത്സരങ്ങളിൽ മാത്രമാണ് അടി കൊണ്ടത്, അല്ലാതെ പവർ പ്ലേയിൽ ഒരു ഡെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സൈഡിൽ ഖലീൽ അഹമ്മദ് പിടിച്ചു നിർത്തുമ്പോൾ അടുത്ത സൈഡിലെ ടാപ്പ് തുറന്നു വിട്ടതുപോലെ റൺസ് പോകും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ പ്രശ്നത്തിന് കുറച്ചെങ്കിലും ഒരു പരിഹാരം വന്നത് അൻഷുൽ കമ്പോജ് ടീമിൽ എത്തിയപ്പോഴാണ്. അൻഷുൽ കമ്പോജ് 8 വിക്കറ്റുകളാണ് അവർക്ക് വേണ്ടി വീഴ്ത്തിയത്. ഇപ്പോൾ കമ്പോജ് ടീമിലേക്ക് വന്നപ്പോഴേക്കും വൈകിപ്പോയി. ഇപ്പോൾ നമ്മൾ തുടക്കം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അൻഷുൽ കമ്പോജിനെ ടീമിൽ എടുക്കണം, കളിപ്പിക്കണം. അവർ മുകേഷ് ചൗധരിയെ കൊണ്ടുവന്ന സമയത്ത് തീർച്ചയായിട്ടും അൻഷുൽ കമ്പോജിന് ഒരു ചാൻസ് കൊടുത്തു നോക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുവന്നപ്പോഴേക്കും താമസിച്ചു പോയി. എന്നാൽ അടുത്ത സീസണിലേക്ക് നമ്മുടെ അൻഷുൽ കമ്പോജ് നല്ലൊരു ഫൈൻഡാണ്. തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നീട് ജഡേജയുണ്ട്. അശ്വിന് ആ ഒരു പ്രൈസ് ടാഗിന് പറ്റിയൊരു പെർഫോമൻസ് ഈ സീസണിൽ അശ്വിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. പിന്നീട് നഥാൻ എലിസിനെ ആണെങ്കിൽ അവർ കളിപ്പിച്ചില്ല. മദീഷ പതിരാന ഒരു ഓക്കെ എന്ന് പറയാവുന്ന ഒരു പെർഫോമൻസ് മാത്രമാണ് മദീഷ പതിരാനിൽ നിന്ന് വന്നത്. അതായത് അവരുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആണ്. ചില മത്സരങ്ങളിൽ നന്നായിട്ട് അടികൊണ്ടു, ചില മത്സരങ്ങളിൽ പതിരാന വിക്കറ്റ് എടുത്ത് വന്നപ്പോഴേക്കും കളി അവരുടെ കൈവിട്ട് പോയിരുന്നു. പിന്നെ പവർ പ്ലേയിലാണെങ്കിൽ പതിരാനൊന്നും അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാൻ CSK തയ്യാറായതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ ബോളിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇനിയാണ് ആ ഒരു $1 മില്യൺ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ആരെയൊക്കെ നിലനിർത്തണം, അതുപോലെ ആരെയൊക്കെ റിലീസ് ചെയ്യണം, ഇനി അടുത്ത ഓപ്ഷനിൽ ആരെയൊക്കെ നോക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം ഡീസൻറ്റ് ഫോമിലുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു പ്ലേയിങ് 12 ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാൻ അതൊന്ന് പറയാം. ഓപ്പണിങ്ങിൽ ആയുഷ് മാത്രേ, ഋതുരാജ് ഗെയ്ക്വാദ് തീർച്ചയായിട്ടും പരിക്ക് കഴിഞ്ഞിട്ട് ടീമിലേക്ക് തിരികെ എത്തും. നമ്പർ 3 ഉർവിൽ പട്ടേൽ, നമ്പർ 4 ഡെവോൾഡ് ബ്രേവിസ്. ഇപ്പോൾ ഈ 4 പേരെ നോക്കിക്കഴിഞ്ഞാൽ 3 പേര് നല്ല എക്സ്പ്ലോസീവ് ബാറ്റേഴ്സ് ആണ്. ആയുഷ് മാത്രേ, ഉർവിൽ പട്ടേൽ, ബ്രേവിസ്. ഇനി ഒരു കൺസോൾട്ടേറ്റ് ചെയ്യാൻ, ആങ്കർ ചെയ്യണമെങ്കിൽ ആങ്കർ ചെയ്യാൻ ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 4 റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. പക്ഷെ ആ ഒരു ഇഷ്യൂ നമുക്ക് സോർട്ട് ചെയ്യാൻ കഴിയുന്നത് അടുത്ത 2 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ്, രവീന്ദ്ര ജഡേജ, ശിവം ദുബെ. ഇനി നമ്പർ 7 ആ ഒരു സ്ലോട്ട് ഫിൽ ചെയ്യേണ്ട സ്ലോട്ടാണ്. ഇപ്പം ഞാൻ ഈ ഒരു 6 പേര് പറഞ്ഞെങ്കിലും ബാറ്റിംഗ് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. വേണമെങ്കിൽ ഉർവിൽ പട്ടേലിനെ ഓപ്പണിംഗിൽ ഇട്ട് ഋതുരാജിന് നമ്പർ 3 വരാം. അതുപോലെ ജഡേജയെ 4 വിട്ടിട്ട് ബ്രേവിസിന് 5 വരാം. അതുപോലെ വേണമെങ്കിൽ ശിവം ദുബെ 4 വിട്ടിട്ട് ബ്രേവിസിന് 5 വരാം. അങ്ങനെയുള്ള ചേഞ്ചസ് ഇവിടെയൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ആ ഒരു നമ്പർ 7 ഇനി അടുത്ത സീസണിൽ ധോണി കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പം ഞാൻ ധോണി ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു സ്ലോട്ട് ഫിൽ ചെയ്യേണ്ടി വരുമോ, അതോ ധോണി തന്നെ വീണ്ടും കളിക്കുമോ എന്നുള്ള കാര്യം കൺഫേംഡ് അല്ല. പിന്നീട് ഈ സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ അവസാനം ചില മത്സരങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും മൊത്തത്തിൽ നോക്കിയാൽ ഓവറോൾ അത്ര മെച്ചപ്പെട്ട പ്രകടനമല്ല ധോണിയുടെ സൈഡിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് ധോണി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും സസ്പെൻസ് തന്നെയാണ്. ഇപ്പോൾ ധോണി ഉണ്ടെങ്കിൽ ഞാൻ 8ാം നമ്പറിലാണ് ധോണി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ലോട്ട് അവിടെ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, മദീഷ പതിരാന, ഈ 4 പേരുണ്ട്. ഇനി അശ്വിനെ ഞാൻ ഇട്ടിട്ടില്ല, കാരണം അശ്വിൻ ആ ഒരു പ്രൈസിൽ വർത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടീമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവർ ഫില്ല് ചെയ്യേണ്ട ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെയൊക്കെ കളയണം എന്നുകൂടി ഞാൻ പറയാം. ഇപ്പോൾ ഇത്രയും പേര് എന്തായാലും റീറ്റെയിൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്ന പ്ലേയേഴ്സാണ്. ആ മാത്രേ ഋതുരാജ് ഗെയ്ക്വാദ്, ഉർവിൽ പട്ടേൽ, ബ്രേവിസ്, ജഡേജ, ദുബെ, ധോണി ഉണ്ടെങ്കിൽ ധോണി, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, അതുപോലെ തന്നെ മദീഷ പതിരാനയൊക്കെ അവരുടെ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയ്യുന്ന പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ പതിരാനെ റിലീസ് ചെയ്യാൻ തോന്നുന്നില്ല. റീറ്റെയിൻ ചെയ്യണം എന്ന് ഞാൻ ഈ പറഞ്ഞവർ കൂടാതെ കുറച്ച് യങ് പ്ലേയേഴ്സ്, അവസരം കിട്ടാത്ത കുറച്ച് യങ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ. അതായത് അവരെ ക്ലോസ് ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ടിട്ടുള്ളത് അവരുടെ ടീം തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഇനി റിലീസ് ചെയ്യേണ്ട പ്രമുഖരുടെ ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓഫ് ലോഡ് ചെയ്യാൻ ഇഷ്ടംപോലെ താരങ്ങളുണ്ട്. ഇപ്പോൾ ഓഫ് ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ വിദേശ താരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഡെവൺ കോൺവേ ഉണ്ട്, രജിൻ രവീന്ദ്ര ഉണ്ട്. പിന്നീട് എല്ലിസിനെ അവർ അവസരം കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നിലനിർത്തുമോ അതോ കളയുമോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേയേഴ്സായ രാഹുൽ ത്രിപതി, വിജയ് ശങ്കർ, പിന്നെ നമ്മുടെ ദീപക് ഹൂഡ, പിന്നെ അശ്വിന് ഈ പ്രൈസിൽ ഒട്ടും ഫീസിബിൾ അല്ല. ആ ഒരു വലിയ പ്രൈസിൽ
ടാഗിന് പറ്റിയ ഒരു പ്ലെയർ അല്ല ഇപ്പോൾ അശ്വിൻ. അതുകൊണ്ട് അശ്വിനെ റിലീസിംഗ് ലിസ്റ്റ് തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനെ എല്ലാം ഇവർക്ക് ഓഫ് ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ മുകേഷ് ചൗധരി ഉണ്ട്, അങ്ങനെ കുറേ പ്ലേയേഴ്സിനെ അവർക്ക് ഓഫ് ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഞാൻ പ്രമുഖരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും പേരെ ഓഫ് ലോഡ് ചെയ്തിട്ട് അവർ ടാർഗറ്റ് ചെയ്യേണ്ട പ്ലെയർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാമറൂൺ ഗ്രീൻ ആണ്. അപ്പോൾ കാമറൂൺ ഗ്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ടീമിൽ നല്ലൊരു അഡിഷൻ ആയിരിക്കും. ക്യാം ഗ്രീൻ ഇപ്പോൾ ഇഞ്ചുറിക്ക് ശേഷം ഓസീസ് ടീമിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ബോൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്തായാലും ഇനി അടുത്ത വർഷമല്ലേ IPL, അപ്പോഴേക്ക് ബോളിങ്ങിലേക്ക് ഓക്കെ ആവും. അപ്പോൾ ബാറ്റിങ്ങും ബോളിങ്ങും, പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ഇവരുടെ ടീമിൽ അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാനാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് കാമറൂൺ ഗ്രീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കാമറൂൺ ഗ്രീൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്, ഇവരുടെ ഒരു ഹോള് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഒരു പേരായതുകൊണ്ടാണ് കാമറൂൺ ഗ്രീൻ്റെ കാര്യം പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ടൈം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ആ സമയത്തെ ഫോമും അതൊക്കെ വെച്ചിട്ട് നമുക്ക് അവർക്ക് ഐഡിയൽ ആയേക്കാവുന്ന ഒരു പ്ലേയേഴ്സിനെ ലിസ്റ്റ് ഞാൻ ചെയ്യും. ഇപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു ലിസ്റ്റ് ഒന്നുമല്ല, ആ ഒരു റിവ്യൂവും അത് കഴിഞ്ഞ് ആരെയൊക്കെ ഒഴിവാക്കണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വീഡിയോ മാത്രമാണിത്. പിന്നെ കാമറൂൺ ഗ്രീൻ ഇവരുടെ ടീമിൽ വന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഗ്രീൻ്റെ പേര് പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ മിഡിൽ ഓർഡറിൽ ഒരു ഓൾറൗണ്ടർ ഉണ്ടെങ്കിൽ, അതായത് കുറച്ചൊരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ സ്പിൻ ബോളിംഗ് ആഴ്സയിൽ നോക്കിക്കഴിഞ്ഞാൽ നൂർ അഹമ്മദും രവീന്ദ്ര ജഡേജയും ഉണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് വെറൈറ്റി കൂടിയുള്ള ഒരു സ്പിന്നറൂടെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഫാസ്റ്റ് ബോളിംഗ്, ഇപ്പോൾ ഖലീൽ അഹമ്മദ് ഉണ്ട്, അൻഷിൽ കമ്പോജ് ഉണ്ട്, മദീഷ പദ്രാനെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആ ഒരു പവർ പ്ലേയിൽ ഇപ്പോൾ ഹിറ്റ് ദ ഡക്ക്, അതായത് ഹാർഡ് ലെങ്തിൽ എറിയാൻ സാധിക്കുന്ന ഒരു ഓവർസീസ് പേസ് ബോളർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി എല്ലിസ് തന്നെ ആ ഒരു നല്ലൊരു ഓപ്ഷനാണ്, പക്ഷേ എല്ലിസിനെ അവർ നിലനിർത്തുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. അപ്പം എല്ലിസ് അല്ലെങ്കിൽ മറ്റേ അതുപോലെ ആ ഒരു രീതിയിൽ പന്തെറിയാൻ സാധിക്കുന്നത്, ഇപ്പോൾ ഹേസൽവുഡിൻ്റെയോ അപ്പോൾ ആ ഒരു ലെവലിലൊന്നും എത്തത്തില്ലെങ്കിലും ആ ഒരു നല്ല രീതിയിൽ പന്തെറിയാൻ സാധിക്കുന്ന ഒരു ഓവർസീസ് ഫാസ്റ്റ് ബോളർ, അതുപോലെ തന്നെ നല്ലൊരു സ്പിന്നർ തീർച്ചയായിട്ടും ചിലപ്പോൾ അവർക്ക് ആവശ്യം വരും. ഇനി അശ്വിനെ തന്നെ തിരികെ എടുക്കുന്നെങ്കിൽ എടുക്കാം കേട്ടോ. ഒരു ചെറിയ പ്രൈസിൽ അശ്വിനെ കിട്ടുന്നെങ്കിൽ ഓക്കെയാണ്, അല്ലാതെ ആ ഒരു വലിയ എമൗണ്ടിൽ അശ്വിന് ഫീസിബിൾ അല്ല. ഞാൻ പറഞ്ഞ പോലെ ഇനിയും റിലീസ് ചെയ്തിട്ട് ഒരു ചെറിയ പ്രൈസിൽ തിരികെ എടുക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് ഹാൻഡ് സ്പിന്നറൂടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിഡിൽ ഓർഡറിൽ നല്ല രണ്ട് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പ്ലേയേഴ്സ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം നിലവിലുള്ള ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടല്ലോ, മാത്രേ, ഉർവിൽ പട്ടേൽ, ഡേവാൾ ബ്രേവിസ്, അവർക്കൊക്കെ ഈ CSKയിൽ നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സീസണിൽ ഒരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആവാനുള്ളൊരു സ്ട്രെങ്ത് അവരെന്തായാലും ഈ സീസണിൻ്റെ അവസാനം തന്നെ നേടിയെടുത്ത് കഴിഞ്ഞു. അപ്പം അവരുടെ ടീമിലുണ്ടായിരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒരു പരിധി വരെ ഒരു 60% സോൾവ് ചെയ്യാൻ ഈ സീസൺ അവസാനിച്ചപ്പോഴേക്കും സോൾവ് ചെയ്യാൻ CSK മാനേജ്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഗംഭീര റീപ്ലേസ്മെൻറ്റ്സ് ആണ് അവർ നടത്തിയിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ അവർ റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഹോൾസ് കൂടെ ഫില്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും CSKയുടെ മുമ്പിലുള്ള ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഞ്ജു സാംസൺ CSKയിലേക്ക് എത്തുന്നു എന്നുള്ള റൂമറൊക്കെ ഇങ്ങനെ പലയിടത്തും കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ റൂമേഴ്സ് മാത്രമാണ്. അപ്പോൾ അതിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് വരെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നമ്മൾ നടക്കുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പുമില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ വെച്ചിട്ട് ആ ഒരു ടീമിലോട്ട് സഞ്ജുവിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഹോൾ ഫില്ലാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് തോന്നിയത് അവരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഗെയ്ക്വാദിനെ പെട്ടെന്ന് ഇനി മാറ്റിയിട്ട് സഞ്ജുവിനെ അവിടെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റാണ്, അൺതിങ്കബിൾ സംഭവിക്കാമെങ്കിലും CSKയുടെ ഒരു സ്റ്റൈല് വെച്ചിട്ട് നമ്മുടെ ഗെയ്ക്വാദിനെ ഇനി പെട്ടെന്ന് മാറ്റിയിട്ട് പകരം പുതിയൊരു ക്യാപ്റ്റനെ കൊണ്ടുവരുന്നതൊന്നും ഞാൻ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സഞ്ജു ഇനി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതിനെപ്പറ്റി ഒരു റൂമേഴ്സ് മാത്രമല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരു ഫാക്ട്, ഒരു ബേസിസ് ഇല്ലാതെ നമ്മൾ അതിന് സ്ട്രെങ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പരാമർശിക്കാതിരുന്നത്. CSKയുടെ ഈ സീസണെ പറ്റി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.